അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിലെ ഒരു മത്സരത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടേതാണെന്ന് അറിയാമോ? അത് മറ്റാരുടേതുമല്ല, ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പേരിലാണ്. 264 റൺസ്. പണ്ട് ഈ ഡബിൾ സെഞ്ചുറികളൊക്കെ ഏകദിനത്തിൽ അപ്രാപ്യമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വിവിയൻ റിച്ചാർഡ് വർഷങ്ങളോളം ഈ പറയുന്ന ഏകദിന റെക്കോർഡ് കൈവശം വെച്ചിരുന്നു. അതിനുശേഷം സയ്യിദ് അൻവർ എന്ന പാകിസ്ഥാൻകാരൻ 194 റൺസ് നേടിയത് വളരെ വർഷം അത് ചരിത്രമായി തന്നെ തുടർന്നു. പിന്നീടാണ് ഈ ഡബിൾ സെഞ്ചുറികൾ ഉണ്ടാകുന്നത്. എല്ലാവരും ഒരു ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ളൂ, രോഹിത് ശർമ്മ ഒഴിച്ച്. രോഹിത് ശർമ്മ 3 ഡബിൾ സെഞ്ചുറികളാണ് നേടിയത്. 208, 209, 264. അപ്പോൾ അദ്ദേഹത്തിന് അതൊന്നു നേടിയപ്പോൾ മനസ്സിലായി ഇത് നേടാൻ സാധിക്കുമെന്ന്. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, ഒരു നേട്ടം ഒരിക്കൽ നേടിക്കഴിയുമ്പോൾ പിന്നീട് അത് ആവർത്തിക്കപ്പെടും. ഇതേ ഉദാഹരണം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലുമുണ്ട്. വെസ്റ്റ് ഇൻഡീസ് കളിക്കാരനായ ബ്രയൻ ലാറ ഈ പറയുന്ന റെക്കോർഡ് വർഷങ്ങളോളം കൈവശം വെച്ചിരുന്നു. 10 വർഷത്തോളം 375 റൺ. പിന്നീട് അത് 2003 ഓസ്ട്രേലിയക്കാരനായ മാത്യു ഹേഡൻ 385 റൺസ് എടുത്തുകൊണ്ട് തകർക്കുന്നത്. എന്നാൽ അത് തകർക്കപ്പെടാൻ അധികം താമസം വേണ്ടി വന്നില്ല. തൊട്ടടുത്ത പരമ്പരയിൽ 6 മാസത്തിന് മുമ്പ് 2004 തുടക്കത്തിൽ തന്നെ അത് തകർക്കപ്പെട്ടു. തകർത്തത് മറ്റാരുമല്ല, സാക്ഷാൽ ബ്രയൻ ലാറ. 400 റൺ നോട്ട് ഔട്ട്. അതെ, ബ്രയൻ ലാറയ്ക്കും അറിയാം, ഒരു തവണ നേടിയ ആ നേട്ടം അത് ആവർത്തിക്കപ്പെടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഏതോ ഒരു ലോക റെക്കോർഡ് അത്ലറ്റിക്സിൽ ഏതാണ്ട് 50 വർഷത്തോളം തകർക്കപ്പെടാതിരുന്ന ഒരു ലോക റെക്കോർഡ് ഒരു മീറ്റിൽ 3 തവണ ഭേദിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതും ഭേദിച്ചത് ഒരേ ആൾ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദൂരെ നിൽക്കുമ്പോൾ, കിട്ടാതിരിക്കുമ്പോഴാണ് ഇത് അപ്രാപ്യമായി തോന്നുന്നത്. അതൊരിക്കൽ നേടിക്കഴിഞ്ഞാൽ പിന്നീട് അത് തുടരെ തുടരെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ചരിത്രം.